നമസ്കാരം. യു.പിയിൽ പഴയ പ്രതാപം കോൺഗ്രസിനില്ല. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മാത്രമാണ് യു.പിയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ലോക്സഭാംഗങ്ങൾ. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ കഷ്ടകാലത്തിന് കാരണവും ഇതുതന്നെ. 80 സീറ്റുള്ള യു.പിയിൽ പകുതിയിലധികം സീറ്റ് നേടിയാൽ മാത്രമേ ജയിക്കാനാകൂ. അത് അതിവേഗം സാധ്യമല്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ ഗാന്ധിക്ക് അറിയാം. ഇത്തവണ മോദി വിരുദ്ധ തരംഗം മുതലെടുത്ത് മറ്റു പാർട്ടികളുടെ സഹായത്തോടെ അധികാരം പിടിക്കുക, അതിനുശേഷം യു.പിയിൽ ചുവടുറപ്പിക്കുക. ഇതിനുവേണ്ടിയാണ് സഹോദരി പ്രിയങ്കയെ യു.പിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാക്കിയത്. ഈ നീക്കം ഇപ്പോൾ വിജയിക്കുകയാണ്. യു.പിയിൽ പാർട്ടി സംവിധാനം ശക്തമാക്കും. അതിന്റെ തുടക്കമാണ് ഇപ്പോഴത്തെ പ്രിയങ്കയുടെ ഗംഗാ പ്രയാണവും കാൽനടയാത്രയും എല്ലാം. ഇവ വിജയിക്കുമ്പോൾ യു.പി പിടിക്കാനുള്ള ദീർഘകാല തന്ത്രം വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. 3 വർഷത്തിനു ശേഷമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആധിപത്യം തെളിയിക്കാനാണ് പ്രിയങ്കയുടെ ശ്രമം. യു.പിയുടെ മുഖ്യമന്ത്രിയാവുക, BSPയെയും SP-യെയും തകർത്ത് BJPക്ക് ബദലായി മാറുകയാണ് ലക്ഷ്യം. യു.പിയിലെ പിടി അയഞ്ഞതോടെയാണ് കോൺഗ്രസിന് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തി കുറഞ്ഞത്. ഉത്തരേന്ത്യയിലെ ബാക്കി എല്ലാ സ്ഥലത്തും കോൺഗ്രസിന് കരുത്തുണ്ട്. ഇതിനൊപ്പം യു.പി കൂടിയായാൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ പ്രതാപത്തിലേക്ക് മടങ്ങിപ്പോകാൻ കോൺഗ്രസിന് കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രിയങ്ക ഗാന്ധി നടന്നു നീങ്ങുന്നത് 3 വർഷത്തിനു ശേഷമുള്ള ഉത്തർപ്രദേശിലേക്കാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് കിട്ടിയാൽ പോലും ഭാഗ്യമെന്ന് കോൺഗ്രസിനറിയാം. പക്ഷേ ഒലിച്ചുപോയ അടിത്തറ ഉണ്ടാക്കിയേ പറ്റൂ എന്നതാണ് ആഗ്രഹം. പ്രിയങ്കയുടെ ലക്ഷ്യം യു.പിയിൽ കോൺഗ്രസിന്റെ അടിത്തറയുണ്ടാക്കി ഭാവിയിൽ നേട്ടം കൊയ്യുകയാണ്. അതിനു പ്രതീക്ഷ നൽകുന്നതാണ് ഈ യാത്ര. ഗംഗാ സ്നാന പരിപാടിക്ക് ലഭിച്ച സ്വീകാര്യത പ്രതീക്ഷ ഉയർത്തുന്നു. 3 കൊല്ലം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ യു.പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി യാത്ര പ്രിയങ്ക തുടരും. ശൂന്യതയിൽ നിന്നും അടിത്തറയുണ്ടാക്കി കെട്ടിടം തന്നെ തീർക്കാനുള്ള പ്രിയങ്കയുടെ കഠിന പ്രയത്നത്തിൽ അത്ഭുതം കുറി ഇന്ത്യൻ രാഷ്ട്രീയവും. വലിയ ചലനമാണ് പ്രിയങ്ക ഇപ്പോൾ യു.പിയിൽ ഉണ്ടാക്കുന്നത്. ഗംഗാതീരത്തെ ഗ്രാമങ്ങളിലേക്ക് റോഡ് മാർഗം എത്തുന്നതിലായിരുന്നു ഇന്നലെ പ്രിയങ്കയുടെ ശ്രദ്ധ. മിർസാപൂരിലെ കൈത്തറി തൊഴിലാളികളുടെ ഗ്രാമത്തിലും മസാറിലും പ്രിയങ്ക ഇന്നലെ ജനസമ്പർക്ക പരിപാടി തുടർന്നു. ഉദ്ദിഷ്ടകാര്യത്തിന് പലതവണ പൂജയ്ക്കെത്തിയ ഇന്ദിരാഗാന്ധിയുടെ അതേ വഴിയിൽ വിന്ധ്യാചൽ ക്ഷേത്രത്തിലെത്തിയ പ്രിയങ്കയ്ക്കെതിരെ മോദി വിളിയുമായി BJP പ്രവർത്തകരുടെ പ്രതിഷേധം. വാരണാസിയുടെ അതിർത്തിയിലായിരുന്നു സംഭവം. എന്നാൽ ഇതൊന്നും പ്രിയങ്കയെ തളർത്തിയില്ല. ഇവിടെ 15ഓളം കുടുംബങ്ങളാണ് പ്രിയങ്ക എത്തിയതോടെ മോദി വിളിയുമായി സംഘടിച്ചത്. ഈ സമയം പ്രിയങ്ക ക്ഷേത്രത്തിനുള്ളിലായിരുന്നു. 1977 രാഷ്ട്രീയ തിരിച്ചടികൾക്കിടയിലടക്കം 5 തവണ ഇന്ദിര ഇവിടെ പ്രത്യേക പൂജയ്ക്കായി എത്തിയിട്ടുണ്ടെന്ന് ക്ഷേത്ര അധികാരികൾ പറയുന്നു. യു.പിയെ അറിയാനായി നേതാക്കളുടെ കണ്ണെത്താത്ത ഉൾഗ്രാമങ്ങളിലേക്ക് പോയി പല വിഭാഗങ്ങളെ കണ്ടു സംസാരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനാണെന്ന് പ്രിയങ്ക പ്രതികരിച്ചു. നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും മണ്ണിലെ പിന്മുറക്കാർക്ക് കോൺഗ്രസിനോട് സ്നേഹമുണ്ടെന്നുറപ്പ്. പക്ഷേ അവരെ പിന്നോട്ട് വലിച്ച പ്രധാന ഘടകം എടുത്തു പറയാൻ ഒരു നേതാവില്ലെന്നതായിരുന്നു. ഇതാണ് സോണിയ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ആളെത്തും എന്നു തന്നെയാണ് പ്രതീക്ഷ. വമ്പൻ പ്രചാരണ യോഗങ്ങളും ആളെ കൂട്ടുന്ന പരിപാടികൾക്കും പിന്നാലെയല്ല പ്രിയങ്ക. 10ഓ 20ഓ പേരുള്ള ചെറു സംഘങ്ങളുമായുള്ള കൂടിയാലോചനകളാണ് ഇവരുടെ ശൈലി. ഇതിലൂടെ അവരുമായി അടുക്കുന്നു. കോൺഗ്രസിന്റെ ശക്തിയും പോരായ്മയും മുതൽ BJP നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ചുള്ള പ്രതികരണവും തേടിയാണ് പ്രിയങ്കയുടെ യാത്ര.